കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ നാട് കടത്താൻ കോടതി വിധി. ഖലീൽ നേതൃത്വം വഹിച്ചിരുന്ന സംഘടന കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല പ്രതിഷേധ ക്യാമ്പുകൾ, കെട്ടിട അധിനിവേശങ്ങൾ, പ്രക്ഷോഭങ്ങൾ തുടങ്ങിയവ ഖലീൽ സംഘടിപ്പിച്ചിരുന്നു. ഇതിലൂടെ സർവകലാശാല സ്വത്ത് നശിപ്പിക്കുകയും സ്റ്റാഫിന് പരിക്കേൽപ്പിക്കുകയും വിദ്യാർത്ഥികളായ യഹൂദർ ക്യാമ്പസിൽ ഒറ്റപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മഹ്മൂദ് ഖലീലിനെ അൾജീരിയയിലേക്കോ സിറിയയിലേക്കോ നാട് കടത്താനാണ് കോടതി ഉത്തരവ്. ലൂസിയാനയിലെ എമിഗ്രേഷൻ ജഡ്ജി ജാമി കോമൻസ് കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയും പ്രതിഷേധ നേതാവുമായ മഹ്മൂദ് ഖലീലിനെ അൾജീരിയയിലേക്കോ സിറിയയിലേക്കോ നാട് കടത്താൻ ഉത്തരവിട്ടതായി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു. ഖലീലിന്റെ അഭിഭാഷകർ ഇമിഗ്രേഷൻ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ ന്യൂജേഴ്സി ഫെഡറൽ കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. മാർച്ച് 8 അറസ്റ്റ് ചെയ്യപ്പെട്ട ഖലീലിന്റെ ഗ്രീൻ കാർഡ് മുൻപ് റദ്ദാക്കിയിരുന്നു. സെപ്റ്റംബർ 12 നടന്ന വിചാരണയിൽ 12 ദിവസത്തെ സമയം നീട്ടിയാലും വിചാരണ സ്ഥലം ന്യൂയോർക്കിലേക്ക് മാറ്റിക്കൊടുക്കുന്നതും വേവർ അനുവദിക്കുന്നതും ജഡ്ജി നിരസിച്ചു. ഖലീൽ തന്റെ വിസ സ്റ്റാറ്റസ് പുതുക്കുമ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി അപ്പാർഥൈഡ് ഡിവസ്റ്റ് സംഘടനയുമായുള്ള ബന്ധവും UN ഏജൻസിയുമായുള്ള ബന്ധവും വെളിപ്പെടുത്താതിരുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നത് പ്രകാരം ഖലീലിന്റെ സാന്നിധ്യം അമേരിക്കൻ വിദേശ നയത്തിന് ദോഷകരം എന്ന വിലയിരുത്തലും വിധിയിലേർപ്പെടുത്തി. രാജ്യത്ത് സ്ഥിരമായ ജോലി, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ ഇല്ല എന്നും അദ്ദേഹത്തിന്റെ താമസം കണ്ടീഷണൽ സ്റ്റാറ്റസിൽ മാത്രമാണെന്നും കോടതി വിധിയിൽ സൂചിപ്പിച്ചു. ഖലീലിന്റെ നിയമസംഘത്തിന് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാമെങ്കിലും ഉയർന്ന തലത്തിലുള്ള അധികാരികളുടെ പ്രതികാര നടപടികളുടെ പശ്ചാത്തലത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല എന്നാണ് അഭിഭാഷകർ പറയുന്നത്. എങ്കിലും ഫെഡറൽ സിവിൽ റൈറ്റ്സ് കേസ് പരിഗണിക്കുന്ന ന്യൂജേഴ്സി ജില്ലാ ജഡ്ജി മൈക്കൽ ഫാർബിയാഴ്സ് നേരത്തെ പുറപ്പെടുവിച്ച ഖലീലിനെ നാട് കടത്തുന്നതും തടവിലാക്കുന്നതും വിലക്കുന്ന ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം തന്റെ വാക്ക് തടസ്സപ്പെടുത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര ശ്രമമാണിതെന്നും എമിഗ്രേഷൻ കോടതിയെ ഉപയോഗിച്ച് വ്യാജ ആരോപണങ്ങൾ ഉയർത്തി തനിക്ക് നേരെ ഫാസിസ്റ്റ് രീതിയിൽ ആക്രമണം നടത്തുന്നുവെന്നും ഖലീൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖലീൽ നേതൃത്വം കൊടുത്തിരുന്ന ക്വാഡ് സംഘടന കൊളംബിയ സർവകലാശാലയിൽ പ്രതിഷേധ ക്യാമ്പുകൾ, കെട്ടിട അധിനിവേശങ്ങൾ, ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, ഹമാസ് പാലസ്തീൻ അനുകൂല പരിപാടികൾ സംഘടിപ്പിച്ചത് വലിയ കോളിളക്കമാണ് അന്ന് സൃഷ്ടിച്ചത്. അതേസമയം അമേരിക്കയിൽ കുടിയേറിയോ പഠനത്തിനോ എത്തുന്ന വിദ്യാർത്ഥികൾ അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ, തീവ്രവാദ അനുകൂല കൂട്ടായ്മകൾ, US-ന്റെ മറ്റൊരു സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നവർക്ക് അമേരിക്കയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ അസന്നിഗ്ധമായ നിലപാടാണ് ഖലീലിനെതിരെയുള്ള കോടതി വിധിയും സൂചിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.